നിങ്ങൾക്ക് എത്ര പക്ഷികളുടെ പേരറിയാം? പേരറിയാവുന്നത് പോകട്ടെ, നിങ്ങൾ എത്ര പക്ഷികളെ കണ്ടിട്ടുണ്ട്? അത് കുട്ടികൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല. ഇവിടെ ഇപ്പൊ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾ, ഇവിടെ ഇരിക്കുന്നവർ എത്ര പക്ഷികളെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങളൊന്ന് കടലാസിൽ എഴുതാൻ ശ്രമിക്കൂ. നിങ്ങൾ കണ്ടിട്ടുള്ള പക്ഷികൾ. നിങ്ങൾ എത്ര പൂക്കൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിങ്ങൾ കണ്ടിട്ടുള്ള എത്ര പൂക്കളും, എത്ര വൃക്ഷങ്ങൾ, മരം, എത്ര മരങ്ങളുണ്ട്? ഇത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോടും ചോദിക്കണം. അവർ എത്ര പക്ഷികളും പൂക്കളും വൃക്ഷങ്ങളും ഒക്കെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ സംഘടിപ്പിച്ച ഒരു യുറീക്ക വിജ്ഞാനോത്സവത്തിലെ ഒരു ചോദ്യം, 1-2 ഇലകൾ കുട്ടികളുടെ കയ്യിൽ കൈമാറാൻ കൊടുത്തിട്ട് ആ ഇല ഏതിൻ്റെതാണ് എന്ന് പറയാനായി. അവരതിനാദ്യം ഉപയോഗിച്ചിരുന്നത് എല്ലായിടത്തും ഒരേ ഇലകളാണ് ഉപയോഗിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അന്ന് സംഘടിപ്പിക്കപ്പെട്ട യുറീക്ക വിജ്ഞാനോത്സവത്തിൽ അതിന്റെ സംഘാടകർ ഞങ്ങളുടെ കയ്യിൽ തന്നത് പേരയുടെയും ചാമ്പയുടെയും ഒക്കെ ഇലയായി. ഒരൊറ്റ കുട്ടിക്ക് പോലും അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായതേയില്ല. അതൊരു ഫുൾ മാർക്ക് എല്ലാവരും ആ റൗണ്ടിൽ കിട്ടി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിങ്ങളത് കൊടുത്തു നോക്കണം. അവരത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കണം. അറിയുന്നില്ലെങ്കിൽ അതിന് അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അതിന്റെ കുറ്റം മുഴുവൻ നിങ്ങൾ സ്വയം ഏറ്റെടുത്തോളണം. അത് അവരുടെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമാണ്. ഞാൻ കൂടുതൽ ദീർഘമായി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാവരും യാത്രകൾ പോകുന്നതിൽ ഉത്സുകരായി മാറിയുള്ളൂ. പലതരത്തിലുള്ള യാത്രകൾ. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഓരോ ഗ്രാമത്തിലും ഇപ്പൊ അവധി ദിവസങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ യാത്ര പോകുന്ന ഒരു പതിവ് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളെല്ലാം മുമ്പേ എടുത്തുകൊണ്ട് യാത്ര പോകും. പല സ്വഭാവത്തിലുള്ള യാത്രകൾ എന്തുവാകുന്നത്. ഇപ്പൊ ഇവിടെ 1 മണിക്കൂർ യാത്ര ചെയ്താൽ ചെന്നെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പാലോട്. ഇപ്പൊ നിങ്ങളൊക്കെ പോയിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അത് നിങ്ങൾ പോകണം. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുള്ളവർക്ക് കൈവക്കാം. പാലോട് എല്ലാവരും പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ കണ്ടു? ഒന്നും കൂടി പോയി നോക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് ഏതെങ്കിലും ഒരിടത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കില്ല. മാലിന്യം ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിക്ഷേപിച്ചാൽ അവിടെ മാത്രമായി അതിന്റെ ആഘാതം ഒതുങ്ങി നിൽക്കില്ല. പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായി തകർന്നു പോവില്ല. അങ്ങനെയൊക്കെ ധരിക്കുന്നവരുണ്ടാവും. അത് നാൾ ചെല്ലുന്തോറും ലോകത്തിന്റെ ആകെ താളം തെറ്റിക്കുന്നതായി, ഗതി മാറ്റുന്നതായി മാറും. അത് അന്തരീക്ഷ മലിനീകരണമായിരുന്നാലും മറ്റു തരത്തിലുള്ള മലിനീകരണങ്ങളായിരുന്നാലും ഒക്കെ മാനവരാശിയെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. അതിൽ ഒരുപക്ഷെ കാലവ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും വിവേകപൂർണമായി ജീവിക്കുക എന്നതാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഇപ്പോ പല പദ്ധതികളും ആരംഭിക്കുന്നതിന് മുൻപ് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തും. അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് ലോകം തിരിച്ചറിഞ്ഞതിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഒരു പദ്ധതി ഉണ്ടാകുമ്പോൾ അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടം, അത് പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം, ഇത് രണ്ടും പഠന വിധേയമാക്കിക്കൊണ്ടാണ് അനുമതി കൊടുക്കേണ്ടതെന്നതാണ് പൊതു കാഴ്ചപ്പാട്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ഇതെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എങ്കിലും അങ്ങനെ പാലിക്കേണ്ടതാണെന്നൊരു ബോധം സാവധാനത്തിലാണെങ്കിലും ജനങ്ങളുടെ ഇടയിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാം നമ്മുടെ പ്രകൃതിയെ, നമുക്ക് ചുറ്റുപാടുമുള്ള സകലതിനെയും, എല്ലാ ജീവജാലങ്ങളെയും, എല്ലാ സസ്യജാലങ്ങളെയും വാത്സല്യപൂർവ്വം അരുമയോടെ പ്രാധാന്യത്തോടെ കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വളരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നാം തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ ശ്രമിക്കാറുമില്ല എന്നതാണ് വസ്തുത.